ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യാത്ര ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, തെക്കുർള ആണ് എൻ്റെ പേര്. തെക്കുർള ഗ്രൗണ്ട് വാൻഡ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടേക്ക് പോവാണ്. ഇന്നത്തെ ലീഗ് മത്സരം അവിടെയാണ് നടക്കുന്നത്. നല്ല അടിപൊളി ഗ്രൗണ്ടാണ്. ഞാനത് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോസ് കുറച്ച് എടുക്കാം. പിന്നെ ഇവിടുന്ന് ഒരു 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. 9:00 അവിടെ എത്തണം. ഇപ്പം മണി 8:15 അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നല്ല സൺഡേ ആയിരുന്നു. ഹാപ്പി സൺഡേ പരിപാടി. അടിച്ചു പൊളിക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫുള്ള് മത്സരമാണ്. ഇന്ന് കംപ്ലീറ്റ് മാച്ചാണ്. വൈകുന്നേരം മാച്ച് ഉണ്ട്. ഞാൻ തിരിച്ച് ഒരു 10 മണിക്ക് ആകുമ്പോഴേ തിരിച്ച് റൂമിലെത്തുള്ളൂ. ഇപ്പോൾ കളിക്കാൻ പോണ മാച്ച് 10 ആണ്. അത് കഴിഞ്ഞ് T20 ഉണ്ട്. 2020 5 മണിക്കാണ്, 5:30-ക്കാണ്. അത് കഴിഞ്ഞാൽ വീട്ടിലെത്തും. ഓക്കെ, അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ഗൈസ്. ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല പുല്ലുള്ള അടിപൊളി പുല്ലാണ്. മൊത്തം പുല്ലാണ്. നല്ല തിക്ക് പുല്ലാണ് മൊത്തം. അതേപോലെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള പിച്ചുണ്ട്. നെറ്റ്സ് പ്രാക്ടീസിങ് ചെയ്യുന്ന സ്ഥലം. അത് ആർട്ടിഫിഷ്യലായിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിച്ചൊക്കെ നല്ല കണ്ടീഷനാണ്. ഫുൾ 100% കണ്ടീഷനാണ് പിച്ചൊക്കെ. നല്ല ബൗൺസ് ഉണ്ട്. ഈ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന പിച്ചിൽ നല്ല ബൗൺസ് ഉണ്ട്. കാരണം ഇന്നലെ രാത്രി മഴ പെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ പിച്ചുകളിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഫിൻലാൻഡിൽ ചെറിയ വെതറിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ബൗൺസ് കിട്ടാത്തത്. ഇപ്പോൾ പിച്ചൊക്കെ നല്ല സൂപ്പർ പിച്ചാണ്. ഇപ്പോൾ നല്ല വെയിലൊക്കെ ഒരു ആഴ്ച വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഗ്രാസ് നല്ല ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ശരിക്കും എന്താ പറയുക, നല്ല ബോളൊക്കെ കറക്റ്റ് ലൈനിലും ലെങ്ത്തിലൊക്കെ വരും. ബോള് അണ്ണിവൺ ഇപ്പോൾ ഉണ്ട്. 1 ബൗൺസ് ഉണ്ട്. പക്ഷേ അത് നല്ല വെയിലൊക്കെ വന്ന് നല്ല ഡ്രൈ ആയി നിൽക്കുകയാണെങ്കിൽ അത് ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. ഫിൻലാൻഡിൽ ഇനിയിപ്പോൾ മഴ പെയ്യും. കുറച്ച് കഴിഞ്ഞാൽ വേനൽക്കാലമായാലും മഴ പെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ ഇപ്പോൾ രാത്രി മഴ പെയ്തു. അതിൻ്റെ ബുദ്ധിമുട്ട് കാണിച്ചു ഇന്ന്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം ബാറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇന്ന് കളി ഞങ്ങൾ ജയിച്ചു. 90 റൺസ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം എടുത്തുള്ളൂ. ആണോ, എന്തൊരു ക്യൂട്ടായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ നെറ്റും അതിൻ്റെ ഇരുമ്പിൻ്റെ പൈപ്പുകളും ഒക്കെ നല്ല ക്ലീനായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ അത് പിച്ച് മറച്ച് വയ്ക്കാനായിട്ട് ആർച്ച് പോലത്തെ ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുകളിൽ ടാർപ്പായാണ് വിരിച്ചിരിക്കണേ. അത് വെള്ളം ഇങ്ങനെ താഴത്തോട്ട് പോകും. അപ്പോൾ പിച്ച് മൂടിടാനായിട്ട് അത് യൂസ് ചെയ്യും അവർ. അങ്ങനെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇന്ന്. നല്ല ക്ലൈമറ്റായിരുന്നു. അധികം ചൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജയിച്ചു. 90 റൺസ് അവർ ടീം എടുത്തുള്ളൂ. ഫസ്റ്റ് ബാറ്റിങ് അവരുടെ ആയിരുന്നു. ഞങ്ങൾ സെക്കൻഡ് ബാറ്റ് ചെയ്തു. ഞാനാണ് സെക്കൻഡ് റൗണ്ടിന് ഇറങ്ങിയത്. ഇന്ന് സെക്കൻഡ് റൗണ്ടാണ് ഇറങ്ങിയത്, ഫസ്റ്റ് റൗണ്ടല്ല. ഇന്ന് സെക്കൻഡ് റൗണ്ട് ഇറങ്ങി കുറച്ച് റണ്ണ് അടിക്കാൻ പറ്റി. കളി ജയിക്കുന്നതിൻ്റെ ഒരു 20 റൺസ് മുന്നേ ഞാൻ ഔട്ടായി. ഞങ്ങളുടെ കൂടെയുള്ള ഓപ്പണർ 50 അടിച്ചു. ഇന്ന് ഹാഫ് സെഞ്ചുറി അടിച്ചു. അപ്പോൾ ഇതാണ് നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. എന്താ പറയുക, നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതേപോലെ ഇത്രയും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. വളരെ അധികം കാശ് ചിലവാക്കി അവർ നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. വളരെ ഒന്നും പറയാനില്ല. ഒരു കംപ്ലൈൻറ്റ് പോലും പറയാനില്ല എന്നാണുള്ള സത്യം. കാരണം നൈലൊക്കെ വളരെ എന്താ പറയുക, യൂറോപ്പിൻ്റെ സ്റ്റാൻഡേർഡ് അവർ വളരെ നന്നായിട്ട് നിലനിർത്തിയിരിക്കുന്നുണ്ട്. അതുപോലെ അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ എൻ്റെ ആവാറുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.